മുന്നിൽ നടത്തുന്ന വഴിപാടുകൾക്ക് ഭൗതികമായ ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് മാത്രം നമ്മളതിനെ ചിന്തിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മുടെ ഭൗതികമായ കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മൾ പല വഴിപാടുകളെയും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ വഴിപാട് നടത്തുന്നത് ഏതെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടി എന്നുള്ളതിനേക്കാൾ ഉപരി അത് ഭഗവാന് സമർപ്പിക്കുന്ന സമർപ്പണമല്ലേ? ആണോ അല്ലയോ? ഏറ്റവും പ്രധാനം എന്താ? കാര്യം നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടാണോ അതോ ഭഗവാനുള്ള സമർപ്പണമാണോ? ഭഗവാനുള്ള സമർപ്പണം. അതിൻ്റെ ഫലമായി ചില ഗുണങ്ങളുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ സ്വയംവര മന്ത്രാർച്ചന എന്നത് നമ്മൾ രുക്മിണി സ്വയംവരത്തിൽ സ്ഥിരം കേൾക്കുന്ന ഒന്നാണ്. ക്ഷേത്രങ്ങളിലുമൊക്കെ ഈ സ്വയംവര മന്ത്രാർച്ചന എന്നതുണ്ട്. പക്ഷേ ഈ പൂജ നടത്തുന്നത് പലരും കല്യാണം നടക്കാത്ത ആൾക്കാരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ നടത്തുന്ന പൂജ എന്നുള്ള നിലയിൽ ആൾക്കാരിപ്പോൾ അങ്ങനെ മാറ്റി ചിന്തിക്കുന്ന ഒരു പൂജയാണ് അല്ലേ? സ്വയംവര മന്ത്രാർച്ചന രുക്മിണി സ്വയംവരത്തിലുണ്ടെങ്കിൽ കല്യാണം നടക്കാത്തവരെന്ന് ആ പൂജ നടത്തിക്കുമെന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇവിടെ സ്വയംവരം എന്ന വാക്ക് നമ്മൾ എടുക്കുമ്പോൾ ഭൗതികമായ ഒരു കല്യാണത്തിന് വേണ്ടി ഭഗവാന് മുന്നിലൊരു പൂജ എന്നൊരു പൂജയൊന്നുമില്ല. ഒരു പൂജയ്ക്കും ഭൗതിക അർത്ഥങ്ങളെക്കാൾ ഉപരി രണ്ടർത്ഥം ഉണ്ടാവും. ഭൗതികമായി നമ്മുടെ ചിന്തയിലുള്ള അർത്ഥം ഉണ്ടാവും, ആധ്യാത്മിക ദർശനത്തിൽ ഈശ്വരീയമായ തലത്തിൽ ഒരർത്ഥം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ രണ്ടർത്ഥങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മോഹം കൊണ്ട് നമ്മൾ അതിനെ ഒരർത്ഥത്തിൽ കാണും. മനസ്സിലായില്ലേ? അതിനെ വിശാലമായ ഭാവത്തിൽ നമ്മൾ കാണണം. ഇപ്പോൾ വ്യക്തിഗതമായ ജീവിതത്തിൽ നമുക്കൊരാശ്രയം എന്നുള്ള നിലയിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന് വിവാഹ ജീവിതത്തിന് വേണ്ടി സ്വയംവരാർച്ചന നടത്താം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ എല്ലാ ജീവന്റെയും പതി എന്ന് പറയുന്നത് ആരാ? ഈശ്വരനാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ജീവനും ആരെ നേടുമ്പോഴാണോ പൂർണ്ണത എത്തുന്നത്? ഈശ്വരനെ നേടുമ്പോഴാണ്. അപ്പം നമ്മളെല്ലാവരും ആരെ വരിക്കണം? ഭഗവാനെ വരിക്കാനാണ് സ്വയംവരം. മനസ്സിലായില്ലേ? സ്വയമാണ് വരിക്കേണ്ടത്. അച്ഛനും അമ്മയും പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണോ ഭഗവാനെ വരിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്? ആണോ? അല്ല. മനസ്സിലായില്ലേ? കല്യാണം ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ബന്ധുക്കളോ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് കൊള്ളാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സ്വീകരിപ്പിക്കാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അന്നരത്തെ മോഹം കൊണ്ട് സ്വീകരിക്കാം. ചിലർ പറയത്തില്ലേ, അന്നരം എൻ്റെ തലയിൽ എന്തോ രാവ് കയറിയത് കൊണ്ട് അന്നരം പറ്റിപ്പോയത്, അതൊക്കെ തമാശക്ക് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറയാം. അപ്പം ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കാം. അതങ്ങനെയാണ്. പക്ഷെ ഭഗവാനെ സ്വീകരിക്കേണ്ടത് എപ്പോഴും എങ്ങനെയാണ്? നമ്മൾ സ്വയം തീരുമാനിച്ചെടുക്കേണ്ട ഒരു വൃദ്ധമാണ്. ഇവിടെ രുക്മിണി സ്വയംവരത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ രുക്മിണി ഭഗവാനെ വിവാഹം കഴിച്ചതിനല്ല ഇവിടെ സ്വയംവരം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? രുക്മിണി സ്വയം ഭഗവാനെ നേടാൻ ആഗ്രഹിച്ചതാണ് സ്വയംവരം. സ്വയം വരിച്ചു, സ്വയം സ്വീകരിച്ചു. മനസ്സിലായില്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ രുക്മിണി സ്വീകരിച്ചത്? ആണോ? അച്ഛനും അമ്മയും നാട്ടുകാരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല, ആരും പറഞ്ഞില്ല. സ്വന്തമായ തീരുമാനമാണ്. അതിനുവേണ്ടി അതിൻ്റെ മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളെയും ആര് കടന്നു? രുക്മിണി കടന്നു. അനവധി പ്രതിസന്ധികളുണ്ട്. നാളെ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. മനസ്സിലായില്ലേ? കൃഷ്ണനോടുള്ള രുക്മിണിയുടെ ഇഷ്ടം വീട്ടിൽ പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അപ്പം അതുപോലെ നമ്മളും ഈശ്വരനെ നേടുമ്പോൾ ആ ഈശ്വരനെ നേടാനുള്ള ആ പ്രയത്നത്തിലേക്ക് നമ്മൾ സ്വയം ഭഗവാനെ നേടാൻ വേണ്ടി അതിനെ വരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനവധി പ്രതിസന്ധികളുണ്ടാവും. പ്രതിസന്ധി എന്ന് വെച്ചാൽ ചിലപ്പോൾ പല പ്രലോഭനം ഉണ്ടാവും. മനസ്സിലായില്ലേ? ചിലപ്പം പല പ്രതിസന്ധി ഉണ്ടാവും. ഇതിനെല്ലാം കടന്ന് ഒരു ജീവൻ അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ആരെ വരിക്കണം? ഭഗവാനെ വരിക്കണം. അതുകൊണ്ട് സ്വയംവര മന്ത്രാർച്ചന എന്നത് ഏതെങ്കിലും തരക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പൂജ അല്ല. ആർക്കും നടത്താം. മനസ്സിലായില്ലേ? 60 വയസ്സോ 70 വയസ്സോ 80 വയസ്സോ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? സ്വയംവര മന്ത്രാർച്ചന. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ കൃത്യമായി പറഞ്ഞത്? ചില ആൾക്കാർക്ക് ഈ കല്യാണം കഴിക്കാത്തവർക്കുള്ള പൂജ എന്ന് പറഞ്ഞ് മാത്രം ഇങ്ങനെ ചിലതിനെയൊക്കെ ചുരുക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു നിലയിലാണ് നാളെ നടക്കുന്ന സ്വയംവര മന്ത്രാർച്ചന എന്നുള്ളതും നമ്മൾ ആ ഉന്നതമായ തലത്തിൽ കൂടി ചിന്തിക്കുക.